ഹായ് ഗായ്സ്, ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ്. ഇനി ബീച്ചിലേക്കൊക്കെ പിന്നെ ഒരു അമ്പലത്തിലേക്കാണ് പോകാൻ പോണത്. പിന്നെ ഞങ്ങളുടെ മൂന്നുപേരുടെ ഡ്രസ്സ് ഏകദേശം ഒരേപോലത്തെ ആണ്, കോസ്റ്റ്യൂംസ്. ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങളിനി ഇവിടെ നിന്ന് നേരെ ഗോകർണയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ഫുഡൊക്കെ അവിടെ ചെന്നിട്ടായിരിക്കും. അപ്പോൾ ഞങ്ങളെല്ലാം സെറ്റായി പുറത്ത് വന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. നല്ല വ്യൂ ആയിരുന്നു. പിന്നെ ഫുള്ള് കളിയായിരുന്നു. അവിടെ എത്തുന്നവരെ കളി. ഞങ്ങളെല്ലാവരും കോമഡി ആയിരുന്നു. നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലേ ഫുഡിൻ്റെ, അതുപോലെ തന്നെ ഏകദേശം എല്ലാം സെയിം തന്നെയാണ്. ബ്രെഡ്, ബൂരി, കടലക്കറി, അങ്ങനെ ചായ, അങ്ങനെ സെയിം ഫുഡ് തന്നെയായിരുന്നു. കഴിച്ചു. ലേറ്റായി കഴിക്കാൻ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഓം ബീച്ചിലേക്കാണ്. അവിടെ അത്യാവശ്യം ലേറ്റായിട്ട് കാണാനുണ്ടായിരുന്നു. അധികം തിരമാലകളൊന്നുമില്ല ആ സൈഡ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഡാൻസിൻ്റെ ഇടയിൽ എൻ്റെ കൈയൊക്കെ ചെറുതായിട്ട് മുറിഞ്ഞു, ഇഞ്ചറി ആയി. പക്ഷേ കുഴപ്പമില്ല, ചെറുതായി തലയൊക്കെ ചുറ്റി എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ സെറ്റായിട്ട് പിന്നെ ബീച്ചിലേക്ക് വന്നു. ഇതിപ്പോൾ സെക്കൻഡ് ഞങ്ങൾ പോയതിരിക്കുന്നത് കുടി ബീച്ചിലേക്കാണ്. അവിടെ അത്യാവശ്യം തിരമാലകളൊക്കെ ഉണ്ട്. കാണാൻ നല്ല രസമുണ്ട്. നല്ല വ്യൂ ആയിരുന്നു. അവിടെ കുറേ വീഡിയോസും റീൽസും എല്ലാവരും കൂടെ ചേർന്നെടുത്തു. പിന്നെ ഞങ്ങൾ നേരെ വന്നത് മെർജൻറ്റ് സ്പോട്ടാണ്. അവിടെ അത്യാവശ്യം കാണാൻ നല്ല രസമുണ്ട്. വ്യൂ കാണാനുള്ള ഒരു കോട്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ കുറേ സിനിമകളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ആനന്ദം സിനിമ, അങ്ങനത്തെ കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം കൂടെയാണ്. പിന്നെ കാണാൻ നല്ല രസമുണ്ട്. രസം എന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ്, പക്ഷേ എന്താ പറയുക, നമുക്ക് കാണാൻ മാത്രമല്ല അതിനെക്കുറിച്ച് കുറേ പഠിക്കാനും ഉണ്ട്. ഹിസ്റ്ററിയൊക്കെ ആയിട്ട് ബന്ധം ഉള്ള പോലെ തന്നെ എനിക്ക് തോന്നി. പിന്നെ ഞങ്ങൾ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും നോക്കി കവർ ചെയ്തു. പിന്നെ ഇത് ആർദ്ര അതിൻ്റെ ഉള്ളിൽ എന്താ നോക്കണം, അതൊരു ജയിലാണെന്നൊക്കെയാണ് പറഞ്ഞത് അവർ. ഈ പറയുന്ന ബീച്ചുകൾ വഴിയാണ്, അതിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മൾ ഗോകർണ ബീച്ചിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്ററാണ് ഇത് വരുന്നത്. ഇത് മുമ്പൊരു റാണി ഭരിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം 53 കൊല്ലം. ജെർസോഫിയ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും? നിങ്ങൾ മലയാളംകാരല്ലേ? ഉറപ്പില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ആനന്ദം സിനിമയിൽ പറയുന്നില്ലേ, 25 വർഷം മുമ്പ് ഷാറൂഖ് ഖാൻ എന്ന് പറയില്ലേ, ആ ഒരു സ്ഥലമുണ്ട്. നമുക്ക് സത്യത്തിൽ ഇത് എന്താ സംഭവം എന്ന് അധികം അറിയില്ല. നിങ്ങൾ മലയാളംകാരല്ലേ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് ഇങ്ങനെ അറിയില്ല. പിന്നെ തുളസീദാസേട്ടൻ പറഞ്ഞു തന്നു കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് നടന്നു. നല്ല വെയിലുണ്ട്, എന്നാലും നല്ലൊരു പ്ലേസാണ്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായി എനിക്ക് തോന്നിയത് ഇതാണ്. നല്ല രസമുണ്ട്, അമ്പലമൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം. പിന്നെ ഞങ്ങൾ നേരെ ഇത് കഴിഞ്ഞത് നേരെ ഞങ്ങൾ മുരുടേശ്വര ക്ഷേത്രത്തിലേക്കാണ് പോയത്. അവിടെ എത്തുമ്പോൾ ഒരു ഏകദേശം 8 ആയി. ഫുഡ് അതിനിടയിൽ കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് സെപ്പറേറ്റ് കിട്ടില്ല. ഫുഡൊക്കെ കഴിച്ച് ഇവിടെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ പോയ ദിവസം ഒരു എന്തോ പ്രത്യേകതയുള്ള ദിവസമാണെന്ന് പറഞ്ഞു. പിന്നെ നല്ല പോയി വലിയ ശിവക്ഷേത്രം. ഞങ്ങൾ തൊഴുതി ഇറങ്ങി ഗൈസ്. പിന്നെ ശിവൻ്റെ അമ്പലത്തിൽ പോയി തൊഴുതി ഇറങ്ങി കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ നേരെ വണ്ടിയിൽ കയറി. പിന്നെ ഫുള്ള് ഡാൻസും കൂത്തും തുടങ്ങി. ഒരു കുറേ ടൈം കളിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ഇടയിൽ നിർത്തി ഫുഡ് കഴിച്ചു. അങ്ങനെ കഴിച്ചു. പിന്നെ ഞങ്ങൾ എന്തായാലും നമുക്ക് ലാസ്റ്റ് ഡേ അല്ലേ, അപ്പം കടിച്ച് പൊളിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പോയി. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയതെന്ന് വെച്ചാൽ ഒരു മിഡ് നൈറ്റ് ആയിപ്പോയി. പുലർച്ചെയാണ് ട്രെയിന്. പിന്നെ ഞങ്ങൾ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കുറച്ച് നേരം കിടന്നു. എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കാമെന്നുള്ള ലെവലിൽ ഇരുന്നു. റെസ്റ്റ് എടുത്ത് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ട്രെയിൻ വന്ന് തന്നെ കുറച്ച് സമയമായി. അപ്പോൾ എല്ലാവർക്കും ഉറക്കക്ഷീണമുണ്ട്, കാരണം ആരും ഉറങ്ങിയിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് കളി. അപ്പോൾ ഫുഡ് ആണെങ്കിലും മര്യാദയ്ക്ക് ആരും കഴിക്കാത്തതുകൊണ്ട് എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ളൊരു ടയേർഡായിട്ടുള്ള ഫേസാണ് എല്ലാവരുടെയും ഫേസിൽ കാണുന്നത്. അതൊക്കെയാണ് അതിൽ കാണുന്നത് ഗൈസ്. അങ്ങനെ ട്രെയിനൊക്കെ കിട്ടി. എല്ലാവരുടെ സീറ്റൊക്കെ സെറ്റായി അവിടെ കിടന്ന്. ഞാനൊക്കെ സൈഡിലാണ് കിടന്നത്. എനിക്ക് അതാണ് കംഫർട്ടബിളായിട്ട് എനിക്കിഷ്ടം അവിടെയാണ്. അപ്പോൾ ഞാൻ കിടന്ന്. ഞാനൊക്കെ ഉറക്കപ്പിച്ചിൽ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. കഴിഞ്ഞ് ഞങ്ങളൊരു കിടന്നുറങ്ങി ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് ഫുഡൊക്കെ കഴിച്ച് പിന്നെ എല്ലാവരും കൂടെ സംസാരിച്ചിരുന്ന് ഇനി ടൂർ കഴിഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എല്ലാവരും കൂടെ കീ ചെയിൻ ഒരേപോലത്തെ വാങ്ങി, ഒരു മെമ്മറീസിന് അത് വാങ്ങി. പിന്നെ വേഗം ഒരു 12 മണിയാകുമ്പോഴേക്കും അനിയൻ വന്ന് വിളിക്കാൻ, അമ്മയും വന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ വന്ന് നേരെ കടയിൽ നിന്ന് ഒരു ജ്യൂസും സാൻഡ്വിച്ചൊക്കെ കഴിച്ച് അമ്മയുടെ അടുത്ത് ഇങ്ങനെ കൈമുറിഞ്ഞ കാര്യമൊക്കെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു. പിന്നെ അത് ഇഞ്ചക്ഷനൊക്കെ അടിക്കണം എന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് കുറച്ച് സംസാരിച്ച് പിന്നെ ഞങ്ങൾ എന്താ പറയുക വെച്ചാൽ എനിക്ക് ഈ ടൂർ മറക്കാൻ പറ്റില്ല, കാരണം ഇനിയും പോകണമെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്.